ഒരു ആക്ഷൻ മൂവി കാണുന്നത് പോലെയാണ് നമ്മളിപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം പേജർ പൊട്ടിത്തെറിക്കുന്നു, അതിന് പിന്നാലെ വാക്കി ടോക്കിയും റേഡിയോയും, ഇപ്പോൾ ഏറ്റവും പുതിയതായി കേൾക്കുന്ന വാർത്ത അവിടുത്തെ ലാപ്ടോപ്പുകളടക്കം പൊട്ടിത്തെറിക്കുന്ന വാർത്തയാണ്. ഇത് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷേ സിനിമയ്ക്കപ്പുറം ഇതൊരു യാഥാർത്ഥ്യമാകുമോ എന്ന് സിനിമ കണ്ടവർ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. പക്ഷേ ഇത് ലോകമൊരു ഭീതിയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ കാണുന്നത്. കാരണം യുദ്ധത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഇവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ഭീകര ദൃശ്യം നാഗസാക്കിയിലും ഇരോഷിമയിലുമൊക്കെ വീണ അണുബോംബിൻ്റെ ചിത്രമായിരുന്നു. അതായിരുന്നു വളരെ ക്രൂരമായിട്ടുള്ള ഒരു യുദ്ധം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് തന്നെ ഇല്ലെങ്കിൽ ഭീതി ജനിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, ഈ പേജർ പോലെയുള്ള ഉപകരണങ്ങൾ ട്രാക്ക് ചെയ്യാനോ ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഈ വാക്കി ടോക്കികളും അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് പൊട്ടിത്തെറിപ്പിക്കാൻ ഒരു രാജ്യത്തിന് ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും അടക്കമുള്ളവ വളരെ സിമ്പിളായിട്ട് വലിയ അപകടത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് വലിയ ചർച്ച ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. പക്ഷേ അത് സാധ്യമാകില്ല എന്ന് പറയുന്നവരുമുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു വലിയ സമൂഹത്തിൽ ഇങ്ങനെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കണമെങ്കിൽ അതിന് വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. വലിയൊരു സംഘത്തിൻ്റെ തന്നെ വലിയ ടെക്നോളജികൾ ആവശ്യമാണ്. വലിയൊരു സംഘം തന്നെ അതിന് പിന്നിൽ പ്രവർത്തിക്കണം, ആഹോരാത്രം പണിയെടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭീകര ഗ്രൂപ്പുകളൊന്നും അത്രത്തോളം ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇത് വലിയ പണച്ചിലവേറിയ ഒരു കാര്യം കൂടിയാണ്. ഇത്തരത്തിലുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ഈ ടൈം ബോംബുകളൊക്കെ പൊട്ടിക്കുന്നത് നാം അനവധി കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്താൻ തക്ക ശേഷി മാത്രമേ ലോകത്തെമ്പാടുമുള്ള ഭീകര സംഘടനയ്ക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഇസ്രയേലിനെ പോലുള്ള ടെക്നോളജി മറ്റു രാജ്യങ്ങളിലും ഭാവിയിൽ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ആരും തള്ളിക്കളയുന്നതുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഡേറ്റ ആണെങ്കിലും ഇല്ലെങ്കിൽ മറ്റ് നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ വിദേശ രാജ്യങ്ങളെ ഒരു സഹായത്താൽ മുൻപോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. ഈ അടുത്ത കാലത്ത് റഷ്യ സ്വന്തമായി തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചൈന നേരത്തെ മുതൽ തന്നെ അവരുടെ ഉപഗ്രഹങ്ങളും അവരുടെ നെറ്റ്വർക്കുകളും അവരുടെ കാര്യങ്ങളും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ പാതയിലേക്ക് ഇന്ത്യയും പതുക്കെ അടിവെച്ച് മുന്നോട്ട് പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ലോകത്തെ എമ്പാടും ഇത്തരത്തിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തെവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ഏത് രാജ്യത്തും എന്തും ഇല്ലെങ്കിൽ ആരുടെ ഫോണും ഹാക്ക് ചെയ്യാനോ ഇല്ലെങ്കിൽ എന്തും ചെയ്യാനോ കഴിയുന്നൊരു തരത്തിലേക്ക് ലോകം മാറുന്നു. ആരും സുരക്ഷിതരല്ല എന്നൊരു ബോധം ഉളവാക്കാൻ ഈ ലെബനനിൽ നടന്ന ഈ പേജർ സ്ഫോടനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ അത് ആർത്ത് ചിരിക്കുന്നുണ്ട് അത് കാണുമ്പോഴെങ്കിലും അതിൻ്റെ മറ്റൊരു വശം ഇത് ലോകത്ത് എവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇസ്രായേൽ പറയുന്നത് അവരുടെ യുദ്ധത്തിൻ്റെ 2ാം ഘട്ടം അവർ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്ത് തന്നെ ഏറ്റവും ടെക്നോളജി, അതായത് യുദ്ധ ഉപകരണങ്ങളുടെ ഏറ്റവും ടെക്നോളജിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലാണ് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ 1ാം നമ്പർ ചാരസംഘടനയാണ് മൊസാദ്. ഈ മൊസാദ് വളരെ കാലമായി തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഇത്തരത്തിലുള്ളൊരു സ്ഫോടനം. അതായത് ഒരു രാജ്യത്തെ മുഴുവൻ ഒരു വിരൽത്തുമ്പിൽ നിർത്തിക്കൊണ്ട് അവരെ നിഷ്കരണം കൊന്നുതള്ളുന്ന രീതി. അതായത് വലിയ രീതിയിലുള്ള ഫൈറ്റർ ജെറ്റുകൾ യൂസ് ചെയ്തിട്ടില്ല, മിസൈലുകൾ യൂസ് ചെയ്തിട്ടില്ല, ബോംബുകൾ വാരി വിതറിയിട്ടില്ല. അതായത് ഒരു നിമിഷം കൊണ്ടെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെയാണ് ടെക്നോളജി എന്തുമാത്രം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇതിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നതോ ലെവലിൽ എത്തിക്കുന്നതോ അതിനപ്പുറത്തേക്ക് ഒരു മെസ്സേജിലൂടെ ഒരേ സമയം അനവധിയിടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള അവരുടെ കഴിവ് അത് അംഗീകരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ അത് നാളെ ലോകത്തിനുണ്ടാക്കാവുന്ന വിപത്തിനെ കുറിച്ചുകൂടി നാം ബോധവാന്മാർ ആകേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇതിന് തൊട്ടു പിന്നാലെ സിറിയയിലും പൊട്ടിത്തെറി ഉണ്ടായതായിട്ടാണ് വിവരം. 19 പേർ സിറിയയിൽ കൊല്ലപ്പെട്ടെന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ശത്രു രാജ്യങ്ങളിലേക്കെല്ലാം അവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ആ നെറ്റ്വർക്കുകളിൽ കൂടെ അവർക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു ഭീതി ജനിപ്പിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഇപ്പോഴവർ അവരുടെ ശത്രുക്കളുടെ മുകളിലാണ് അത് വിനിയോഗിക്കുന്നതെങ്കിൽ നാളെ ഇതേ മെത്തേഡ് തന്നെ മറ്റു രാജ്യങ്ങളും വിനിയോഗിച്ച് കൂടായികയില്ല. ഏതായാലും ലോകം ഭയപ്പാടോടെ കഴിയേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം നീങ്ങിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് മൊബൈൽ ഫോൺ അടക്കം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം തന്നെ. അത് ഉപേക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ ലോകം ഇനി ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ കവർ ചെയ്യാൻ എന്ത് ചെയ്യുമെന്നാണ് ഉറ്റുനോക്കുന്നത്. ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. അതും വളരെ കാലമായി നാം കേൾക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ഈ ജൈവായുധം പോലെ തന്നെ ജീനുകളിൽ മാറ്റം വരുത്താൻ കഴിയുന്ന തരത്തിലുള്ള എത്നിക്
ബോംബുകൾ എന്ന് പറയുന്ന ബോംബുകളും ഇസ്രായേലിൻ്റെ പക്കൽ ഉണ്ട് എന്നാണ്. അതായത് ഒരു സമൂഹത്തിൻ്റെ ജീനുകളിൽ കടന്നു ചെന്ന് അവരെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരുതരം ആയുധമാണത്. അത് ഒരുപക്ഷെ ഇസ്രായേൽ ഉപയോഗിച്ചേക്കാം എന്നും പറയുന്നു. ഏതായാലും ഇതൊക്കെ നാം സയൻസ് ഫിക്ഷൻ സിനിമകളിലോ ഇല്ലെങ്കിൽ നോവലുകളിലൊക്കെ വായിച്ചിരുന്ന കാര്യമാണെങ്കിൽ ഇപ്പോഴത് കുറേശ്ശെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ്. ഏതായാലും ലെബനനിൽ അതൊരു വലിയ തിരിച്ചടിയായിരിക്കുന്നു. അവിടുത്തെ ജനം ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗൃഹോപകരണങ്ങൾ പോലും ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോളാർ പാനലുകൾ പോലും പൊട്ടിത്തെറിക്കുമ്പോൾ വൈദ്യുതി പോലും വേണ്ടാന്ന് കരുതുന്ന ഒരു സമൂഹമായി ലെബനനിലെ ജനത മാറുന്നു. ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ ലോകം ഭയക്കുന്നത് അണുബോംബോ ഇല്ലെങ്കിൽ വലിയ മിസൈലോ ഫൈറ്റർ ജെറ്റുകളോ ആയിരിക്കില്ല. പകരം സ്വന്തം കയ്യിലിരിക്കുന്ന മൊബൈലാകാം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസ് ആകാം. ഏതായാലും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നുമായി കമ്പനികൾ വരാതിരിക്കില്ല. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.